ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ആണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വച്ചത്. അതേസമയം സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്നു ഇദ്ദേഹം. ഹൈദരാബാദ് സ്വദേശിയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിനു ശേഷമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇന്നലെ പ്രമുഖ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ISRO മുൻ ശാസ്ത്രജ്ഞൻ M. അണ്ണാദുരൈ അടക്കം ചില പേരുകൾ ചർച്ചയായി മാറിയിരുന്നു. DMK നേതാവ് തിരുച്ചി ശിവയുടെ പേരും പരിഗണനയിൽ ഉണ്ടായിരുന്നു. മമതാ ബാനർജി ഉൾപ്പെടെ നേതാക്കളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇന്ന് അന്തിമ ധാരണയിൽ എത്തിയത്. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ DMKയെയും സഖ്യകക്ഷികളെയും സമ്മർദ്ദത്തിലാക്കിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം NDA പ്രഖ്യാപിച്ചത്. തമിഴ്നാടിന് BJPയും കേന്ദ്ര സർക്കാരും പ്രാമുഖ്യം നൽകുന്നില്ലെന്ന ആക്ഷേപം DMK സഖ്യം ശക്തമായി ഉന്നയിക്കുമ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഗൗണ്ടർ വിഭാഗക്കാരനായ CP രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത്. CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന് സ്റ്റാലിനെ കണ്ട് അഭ്യർത്ഥിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് നയനാർ നാഗേന്ദ്രൻ അറിയിച്ചിരുന്നു. തമിഴക രാഷ്ട്രീയ കക്ഷികൾ ഒറ്റക്കെട്ടായി CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന് BJP നേതാവ് K. അണ്ണാമലൈ ആവശ്യപ്പെട്ടു.